നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ മേക്കപ്പ് വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് വേണ്ടി നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ഫേഷ്യൽ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഗുഡ് വൈബ്സ് ബ്രാൻഡിൻ്റെ അരഗൻ ഫേഷ്യൽ ഓയിൽ വിത്ത് ഗോൾഡ് ലീവ്സ് എന്ന് പറയുന്ന ഒരു ഫേസ് ഓയിലാണ്. അവർക്ക് വേറെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്കൊരു ഫ്രഷ് ഒരു ഡ്യൂയി മേക്കപ്പ് ലുക്കിനാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു ഫേസ് ഓയിലിൽ തുടങ്ങിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇതാണ് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഒരു ബേസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഒരു ഡ്യൂയി ലുക്ക് കിട്ടും. ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആവും. അപ്പോൾ അത് നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ ഇതൊരു പ്രൈമറാണ്. പക്ഷേ ഇതിനകത്ത് ചെറുതായിട്ടൊരു ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ട്. നിങ്ങൾക്ക് കയ്യിൽ കാണാൻ വേണ്ടി സാധിക്കും. വളരെ ഫൈനായിട്ടാണ് ഉള്ളത് കേട്ടോ. അധികമായിട്ട് എടുത്ത് നിൽക്കുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ ഹൈ പോയിൻറ്റ്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഡ്യൂയി ഒരു ഗ്ലോയി ലുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സ്ട്രോബ് ക്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. എനിക്ക് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എടുത്ത് നിൽക്കുകയില്ല, നല്ലൊരു ഫ്രഷ് ലുക്ക് തരുകയും ചെയ്യും. നമുക്ക് എത്ര ഒരു ഗ്ലിറ്റർ വേണോ അത്ര മാത്രമേ ഇതിനകത്തുള്ളൂ. നല്ലൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഞാനത് ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. മൊത്തം അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഒരു ഡിസ്കോ ബോൾ പോലെയാവും ലൈറ്റൊക്കെ അടിക്കുമ്പം. അപ്പം നമ്മൾ ഹൈ പ്ലെയിൻസിൽ, അതായത് എടുത്ത് നിൽക്കുന്ന ഭാഗത്ത് മാത്രമായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കത് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഹൈ പോയിൻറ്റ്സിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ലൈറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു തിളക്കം. ആദ്യം നമുക്ക് ഐ മേക്കപ്പിൽ തുടങ്ങാം. ഇത് ജാക്ലിൻ ഹിൽ പാലറ്റ് മോർഫേൻ്റെ ഐ പാലറ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു കൺസീലർ വെച്ചിട്ട് ഐലിഡ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐബ്രോസ് കുറച്ച് നല്ല വൃത്തിയായിട്ട് കാണുകയും ചെയ്യും. അതേപോലെ നമ്മൾ ഐലിഡിൻ്റെ മേലെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കളറേഷനൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും. കണ്ണിന് ചുറ്റും കറുപ്പ് ഉള്ളവർക്ക്, ഇപ്പോൾ എൻ്റെ കണ്ണിന് ചുറ്റും കറുപ്പുണ്ട്, അത് ചെറുതായിട്ട് കണ്ണിൻ്റെ ഐലിഡിൻ്റെ മേലെ ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനും ഐഷാഡോ നമ്മൾ ഇടുന്ന ആ എക്സാക്റ്റ് കളർ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഐലിഡ് ഇതേപോലെ ഒരു കൺസീലർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എൻവൈബേൻ്റെ കൺസീലറാണ് ഉപയോഗിച്ചത്. അതിന് ഷെയ്ഡ് നമ്പർ 10 ഇത് ഒരു ലൂസ് പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് നിർബന്ധമാണ്, ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രീസ് ചെയ്യും. ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഒരു വല്ലാതെ ഡാർക്കല്ല. ഫോട്ടോയിൽ ഭയങ്കര ഡാർക്കായിട്ട് കാണുന്നുണ്ട്, പക്ഷെ അത്ര ഡാർക്കല്ല കേട്ടോ. അത് നന്നായിട്ട് ഞാനൊരു ട്രാൻസിഷൻ ഷെയ്ഡായിട്ട്, അതായത് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷെയ്ഡ്. അപ്പം ഇങ്ങനൊരു ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഐലിഡിൻ്റെ ആ സ്പേസ് കൂടുതലായിട്ട് കാണും. പിന്നെ ഒരു ഷെയ്ഡിൽ നിന്ന് മറ്റൊരു ഷെയ്ഡിലേക്ക് ഇങ്ങനെ മാറി മാറി വരുമ്പം ഐമിക്ക് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഒരൊറ്റ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മൾ 2-3 ഷെയ്ഡ് എടുത്ത് അപ്ലൈ ചെയ്യുമ്പം കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു മോവി ഷെയ്ഡ് എടുത്തിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പം കുറച്ചും കൂടി ഫസ്റ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്തതിനേക്കാളും കുറച്ചും കൂടിയും ഡാർക്ക്നെസ് കൂട്ടിയിട്ട് വരാം. അങ്ങനെ 1 by 1 ആയിട്ട് വേണം നമ്മൾ ഷെയ്ഡിൻ്റെ ഡാർക്ക്നെസ് കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യണതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റായിട്ട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണ് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് കാണും. നമ്മൾ ഔട്ടർ കോർണർ ഡാർക്കൺ ചെയ്യുമ്പം കണ്ണിന് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ സ്മോക്കി ആയിട്ടല്ല ചെയ്യണത്, എന്നാലും ആ ഔട്ടർ ഏരിയ കുറച്ച് ഡാർക്ക്നെസ് ആകുമ്പം കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഹാർഷായിട്ടുള്ള ലൈൻസ് ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ടൈം എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഈ എല്ലാ കളേഴ്സും ഒന്നിനോടൊന്ന് ചേർന്ന് പോവണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ നമ്മളെ ബ്രൗൺ ഷെയ്ഡ് എടുത്തില്ലേ ഫസ്റ്റ്, അത് വെച്ചിട്ട് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ഒന്നിനോടൊന്ന് നന്നായിട്ട് മേർജായി ചേർന്ന് കിടക്കും. ഒന്നും വിട്ട് കിടക്കില്ല കളേഴ്സ്. അപ്പോൾ നന്നായിട്ട് ചെയ്തു. ഇനി ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കറിയാം ബ്ലെൻഡിങ് ആണ് ഐ മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അത് തന്നെയാണ്. അപ്പോഴാണ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഐ മേക്കപ്പ് കിട്ടുക. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു ഷിമ്മർ ഷെയ്ഡ് ഉള്ളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എൻ്റെ ഡ്രസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഷിമ്മർ ഷെയ്ഡാണ്. ഞാനത് കൈ വിരലുകൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം എപ്പോഴും ഷിമ്മർ ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള കൈ വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കളറ് കിട്ടുക.
അപ്പോൾ ഞാൻ ഇത് ഭയങ്കര എടുത്ത് നിൽക്കുന്നൊരു ഷിമ്മറല്ല, വളരെ ലൈറ്റായിട്ടുള്ള ഷിമ്മറാണ്. അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് അപ്ലൈ ചെയ്യാണ്ടിരുന്നത്. ഗോൾഡൻ കളറാകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ അത്രയും വേണ്ട വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കളറിലേക്ക് പോയത്. അത് നമ്മളെ ഇന്നർ കോർണറിൽ നിന്ന് കണ്ണിൻ്റെ ഓൾമോസ്റ്റ് ഒരു 1/4 ഭാഗം വരെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണില്ല ഞാൻ. കാരണം എനിക്ക് ആ ഡാർക്ക് കളറൊന്നും കാണണം എന്നുള്ളത് കൊണ്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യില്ല. എന്നിട്ട് ഈ ഒരു 2 ഷെയ്ഡ് ഷിമ്മർ ഷെയ്ഡും നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ള മാറ്റ് ഷെയ്ഡും തമ്മിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അവിടെ വെച്ച് നിർത്തരുത്, അത് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എസൻസ് ബ്രാൻഡിൻ്റെ ഐലൈനറാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഐലൈനറിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐലൈനറാണിത്. കാരണം ഇതിൻ്റെ ആപ്ലിക്കേറ്ററും ഭയങ്കര നല്ലതാണ്, നല്ല ലെങ്തിയാണ്, നല്ല സ്റ്റേഡിയാണ്. അതേപോലെ തന്നെയാണ് ഫേസസിൻ്റെയും. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഐലൈനർ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം. അടുത്തത് ഞാൻ മസ്കാരയായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ XXL മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. ഒരു നോർമൽ മസ്കാര കേട്ടോ, വലിയ വാവ് ഫാക്ടറൊന്നുമില്ല. ഒരു നോർമൽ റെഗുലർ ഡെയിലി യൂസിന് പറ്റിയൊരു മസ്കാരയാണ്. ഞാൻ ഇനി ഫേക്ക് ലാഷസ് വെക്കേണ്ടത്, അതുകൊണ്ടാണ് പിന്നെ മസ്കാര വലിയ ഗംഭീരമാക്കാത്തത്. വെറ്റ് ആൻഡ് വൈൽഡിന് തന്നെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡെസേർട്ട് എന്തോ ആണ് ഇതിൻ്റെ പേര്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിക്ക് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അങ്ങനെ എല്ലാ ഫൗണ്ടേഷനൊന്നും ഒരൊറ്റ ഫൗണ്ടേഷൻ മാച്ചായിട്ട് കിട്ടില്ല. മിക്കതും ഞാൻ മിക്സ് ആൻഡ് മാച്ച് അങ്ങനെ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇതങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. സ്കിൻ കളർ തന്നെയാണ്. ഞാൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ് ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്നില്ല. കുറച്ച് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ നോർമലി ചെയ്യാറ്. ഒരു ഷോട്ട് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്ലെൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, പിന്നെ പ്രോഡക്റ്റ് വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ താഴെ ഞാൻ വേറെ കൺസീലറോ അല്ലെങ്കിൽ കളർ കറക്ഷനോ ഒന്നും ചെയ്യാത്ത കാരണം ഈ ഫൗണ്ടേഷൻ തന്നെ ഇനി ഒരു കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കവറേജ് കിട്ടും. അപ്പോൾ ഇപ്പോൾ അതും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ സ്പോഞ്ചിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇത് കളർ ബാറിൻ്റെ സ്പോഞ്ചാട്ടോ. ഞാൻ ഈ എടുത്ത് വാങ്ങിയ നല്ലൊരു സ്പോഞ്ചാണ് കേട്ടോ. ബ്ലെൻഡ് ചെയ്യാനൊക്കെ വലിയ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്പോഞ്ചാണ്. ഞാൻ ഇത്രയും കാലം ഒരു ആമസോണിൽ നിന്ന് വാങ്ങിയ ഏതോ ഒരു ബ്രാൻഡിൻ്റെ സ്പോഞ്ചായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല സ്പോഞ്ചാണ് കേട്ടോ. അപ്പം അതും ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പല്ല. ഹൈലൈറ്റ് ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസിന് കുറച്ചും കൂടി ഒരു ഷേപ്പ് കിട്ടും. ലൈറ്റ് അടിക്കുമ്പം നമ്മളെ ഫേസിൽ കാണേണ്ട എടുത്ത് നിൽക്കുന്ന ഭാഗം ഏതാണോ, എടുത്ത് നിൽക്കേണ്ട ഭാഗം ഏതാണോ അത് എടുത്ത് നിൽക്കും. അപ്പോൾ ഫേസിനൊരു ആകൃതി, ഒരു ഷേപ്പുള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ലൈറ്റ് കളർ ഹൈലൈറ്റ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് കളർ കൺസീലർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പല്ല, ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യാം. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ ഇടുമ്പോഴും ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ എല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനൊന്ന് കോണ്ടോർ ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ക്രീം കോണ്ടോറാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ കോണ്ടോറാണ് ചെയ്യാറ്. പക്ഷേ ക്രീം കോണ്ടോർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും അതൊരു നാച്ചുറൽ ലുക്ക് തരും. ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ അപ്പോൾ നല്ല നാച്ചുറൽ ഒരു ലുക്ക് കിട്ടും. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതും ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലെൻഡ് ചെയ്യുമ്പം ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളെ ഹെയർ ലൈനിൻ്റെ ആ ഭാഗത്തേക്ക് കയറ്റി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ടുള്ളൊരു സ്ട്രക്ചർ ഫേസിന് വരും. പകുതി ബ്ലെൻഡ് ചെയ്ത് വിടരുത്, ഉള്ളിലേക്ക് അങ്ങനെ കയറ്റി ഹെയർ ലൈനിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ ഭാഗത്തുള്ള കോണ്ടൂർ ഞാൻ കൈ വിരൽ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും തന്നെ നമ്മളെ പുരികത്തിൻ്റെ അവിടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. പകുതി വെച്ചിട്ട് കോണ്ടൂർ ബ്ലെൻഡ് ചെയ്യരുത്. അപ്പോൾ വളരെ വൃത്തികേടായിട്ട് കാണും, എസ്പെഷ്യലി ഫോട്ടോസിലൊക്കെ. അപ്പം ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കോമ്പാക്ട് പൗഡർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ കോമ്പാക്ട് പൗഡറും അതെ, വലിയ ഭയങ്കര സംഭവം കോമ്പാക്ട് പൗഡർ ഒന്നുമല്ല, എന്നാലും തെറ്റില്ല, ഡെയിലിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കോമ്പാക്ട് പൗഡറാണ്. വലിയൊരു കവറേജ് ഒന്നും തരില്ല, എന്നാലും
ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്രീസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഏരിയ മാത്രമേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നൊക്കെ പ്രോഡക്റ്റ് ഉള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് ആ സ്പോഞ്ച് കൊണ്ട് ബാക്കിയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം മാത്രമേ ഉള്ളൂ. കോണ്ടോർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു കോണ്ടോർ പൗഡർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ സാധാരണ കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ അതിൻ്റെ കാര്യമില്ലല്ലോ, നമ്മൾ ക്രീം കോണ്ടോർ ചെയ്തേനെ അത് ഫേഡായിപ്പോവും. അപ്പം കോണ്ടോർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് കോണ്ടോർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ ഷുഗറിൻ്റെ കോണ്ടോർ നല്ലൊരു കോണ്ടോറാണ്, അധികം ഡാർക്ക് ഷെയ്ഡല്ല, എൻ്റെ ഒരു കോംപ്ലക്ഷനൊക്കെ പറ്റിയൊരു കോണ്ടോറാണ്. നമുക്ക് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം. താഴെ ഭാഗത്ത് കാജൽ എഴുതാം. ഇത് മേബലിൻ്റെ കൊളോസൽ കാജൽ പെൻസിലാണ്. അപ്പോൾ ഞാൻ നമ്മൾ പുറത്തേക്ക് വരുന്ന ആ ഭാഗം ഒന്ന് നന്നായിട്ട് കട്ടിയിൽ എഴുതി കൊടുത്തിട്ട് പിന്നെയുള്ള വാട്ടർ ലൈനിൽ മാത്രം എഴുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ണിന് കുറച്ച് വലിപ്പമുള്ള പോലെ തോന്നിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടില്ലേ? പുറത്തെ ഭാഗത്ത് കുറച്ച് കട്ടി കൂടുതലാക്കി എഴുതിയിട്ട് ഉള്ളിലേക്ക് വരുമ്പം നേരിയതായിട്ട് വാട്ടർ ലൈനിൽ മാത്രം കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഞാൻ ലാസ്റ്റ് എടുത്തില്ല ആ ഒരു മോവി ഷെയ്ഡ്, അത് വെച്ചിട്ട് കണ്ണിൻ്റെ താഴത്തെ ഭാഗത്തൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഒരു കളർ കറക്റ്റായിട്ട് കിട്ടും. മേലത്തിന് താഴത്തെ ഐ ഷാഡോൻ്റെ കളേഴ്സ് അധികം അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട, കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഈ പെൻസിലിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പെൻസിലൊക്കെ തന്നെയാണ്, പക്ഷേ ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ ആ പെൻസിൽ വെച്ചിട്ട് തന്നെ എഴുതുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ പുരികത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് തീർക്കണമല്ലോ വിചാരിച്ചിട്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് ഇപ്പോൾ അതിനകത്ത് നിന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്യണത്. അപ്പം വലിയൊരു ഗുണമില്ലാത്തൊരു പ്രോഡക്റ്റാണ്. സംഭവം നല്ല പിഗ്മെൻറ്റേഷനൊക്കെയാണ്, പക്ഷേ ഓവറായിട്ട് ക്രീമിയാണ്. ബ്ലഷായിട്ട് ഞാൻ ലാക്മേയുടെ 9 to 5 മാറ്റ് മൂസിൽ റേഞ്ചിൽ വരുന്ന പ്ലം ഫെദർ എന്ന് പറയുന്ന ഷെയ്ഡാണ് ബ്ലഷായിട്ട് ഉപയോഗിക്കുന്നത്. അതൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കും കിടിലനാണ്, അതേപോലെ തന്നെ നമുക്ക് ബ്ലഷായിട്ട് ഉപയോഗിക്കാനും പറ്റിയൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പം രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് വാങ്ങിയാൽ നിങ്ങൾക്ക് രണ്ടിനും ഉപയോഗിക്കാം. നല്ലൊരു ഷെയ്ഡാണ്. നല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി അതന്നെ, നല്ല ചുണ്ടിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഹൈലൈറ്ററായിട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തില്ലേ ആ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ പ്രൈമർ, അത് തന്നെയാണ് ഞാൻ ഹൈലൈറ്ററായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലൊരു ഡ്യൂയി ഫിനിഷ്, നാച്ചുറൽ ഫിനിഷ് കിട്ടും. സെയിം ഹൈലൈറ്റർ വെച്ചിട്ട് ബ്രോ ബോണും പിന്നെ നോസിൻ്റെ ബ്രിഡ്ജ് ഏരിയയും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് പ്രോഡക്റ്റ് എടുക്കണല്ലോ കേട്ടോ, ഒരുപാട് പ്രോഡക്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് ആർഭാടാക്കണില്ല. ലിപ്സ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത് എസെൻസ് ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലൊരു നാച്ചുറൽ ഷെയ്ഡാണ്, ന്യൂഡ് ഷെയ്ഡാണ്. ഞാൻ എൻ്റെ ടോപ്പ് 10 ന്യൂഡ് ലിപ്സ്റ്റിക്കിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഷെയ്ഡ്. നല്ല അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് കയറി നോക്കി ഇഷ്ടമായാൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.